ഒന്നല്ലെങ്കിൽ എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരൻ്റെ പ്രശ്നം ഈ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യില്ല, ഷെയർ ചെയ്യില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ നിയമത്തിൻ്റെ സാധ്യതകൾ കൊണ്ട് ഒരു പ്രശ്നം അവരിലേക്ക് എത്തില്ല, അവർ സേഫാണെന്ന് ഉള്ള ഒരു വിശ്വാസം കൊണ്ടോ ആണ് പലപ്പോഴും നമുക്ക് കിട്ടേണ്ട സർവീസുകൾ നമുക്ക് കിട്ടാണ്ട് പോകുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ Ship.Amazon എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് എൻ്റെ ഒരു ഐറ്റം ഹോം ഡെലിവറി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കർണാടകയിലുള്ള എൻ്റെ ഒരു കസ്റ്റമർക്ക് ബുക്ക് ചെയ്തു. ഐറ്റം അവിടെ ചെന്നില്ല, അവിടെ ചെന്നു, പക്ഷേ കസ്റ്റമർക്ക് ഡെലിവറി കിട്ടാത്തത് കൊണ്ടും എന്തോ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. കസ്റ്റമർക്ക് അങ്ങനെ ഒരു കോൾ വന്നിട്ടില്ല എന്ന് കസ്റ്റമർ പറയണു. എന്തോ ആവട്ടെ, ആ ഐറ്റം തിരിച്ച് നമ്മുടെ എറണാകുളം ജില്ലയിൽ പട്ടിമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഇവരുടെ ആമസോണിൻ്റെ ഫുൾഫിൽമെൻറ്റ് സെൻറ്ററിൽ വന്നു. ഫുൾഫിൽമെൻറ്റ് സെൻറ്ററിൽ വന്ന് അവർ കൃത്യമായിട്ട് ഇവിടെ വന്ന് പലതവണ അത് ഡെലിവറിക്ക് ശ്രമിച്ചെങ്കിലും അവർക്ക് OTP കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കാരണത്താൽ അവരത് തിരിച്ചു കൊണ്ടുപോയി. ശരി, രണ്ടുപേരുടെ സൈഡിൽ ന്യായമുണ്ട്. OTP കിട്ടാത്തത് കൊണ്ടാണ് അവർ തിരിച്ചു കൊണ്ടുപോയത്. ശരി, ഞാനപ്പോൾ ആമസോണിനെ കോൺടാക്ട് ചെയ്തു. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു റിട്ടേൺ വരുന്ന ഐറ്റങ്ങൾക്ക് OTP കിട്ടാത്ത ഒരു ഇൻറ്റേർണൽ പ്രശ്നം അവർക്കുണ്ട്. ശരി, അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമ്മുടെ അടുത്തുണ്ട്. ഈ പ്രശ്നം അവർ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പരിഹരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ഐറ്റം തിരിച്ച് കിട്ടുമെന്ന് വിചാരിച്ചു. കാരണം ഇത് ഏപ്രിലിൽ തുടങ്ങിയ പ്രശ്നമാണ്. 1-2 മാസം കഴിഞ്ഞിട്ടും ഇതിനൊരു തീരുമാനമാവാണ്ട് ഞാൻ പല സ്ഥലങ്ങളിൽ മെയിൽ അയച്ചു കഴിഞ്ഞിട്ടും ഇതിന് തീരുമാനമാവില്ല എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഇതിൽ ലോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതായത് ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷനിൽ ഞാനത് ക്ലെയിം ചെയ്തു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്നത് ഇതൊരു ബില്ലുള്ള ഐറ്റമാണ്, അതിൽ കൃത്യ എമൗണ്ട് അതിലുണ്ട്, ഇൻവോയ്സ് അറ്റാച്ച് ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പോൾ അതിലുള്ളൊരു ക്ലെയിം അല്ലെങ്കിൽ ഒരു ഫെയർ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി കിട്ടുമായിരിക്കും. ചെറിയൊരു കുറവൊക്കെ വന്നേക്കാം, എന്നാലും കുഴപ്പമില്ല, നമുക്ക് മൊത്തം പൈസ പോകില്ലല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് കിട്ടിയ കോമ്പൻസേഷൻ 0.01 രൂപയാണ്. കൂടെ ഇത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റും കിട്ടി. ഈ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും അന്വേഷിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു സ്റ്റാഫിനെ ഞാൻ അവിടെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കോഡില എന്തോ ആണ് അവരുടെ പേര്, ഈ പട്ടിമറ്റത്തുള്ളതാണ്. പട്ടിമറ്റത്തുള്ള ഫുൾഫിൽമെൻറ്റ് സെൻറ്ററിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഐറ്റം അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐറ്റം സേഫാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പോയാലോടെ ഒരു ഫോട്ടോ എടുത്തിട്ട് കൊണ്ടുവരാം, ഇന്ന ഐറ്റം അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് അകത്ത് പോയി ട്രാക്കിംഗ് ഡീറ്റെയിൽ കാണാത്ത രീതിയിൽ നമ്മുടെ ഐറ്റത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ഓക്കെ, എന്ത് ആയിക്കോട്ടെ, നമ്മുടെ ഐറ്റം അവിടെ ഉണ്ട്. ഈ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് തന്ന ഐറ്റം നിലവിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഞാനിത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു ദിവസം അവരോട് അവിടെ ചെന്നു. ഞാൻ പറഞ്ഞു ആരാണ് നിങ്ങളുടെ ഓണർ, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നും ഡീറ്റെയിൽ ഒന്നും തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എവിടെയെങ്കിലും ഒരു പഞ്ചായത്ത് ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പേര് കിട്ടാമല്ലോ. അപ്പോൾ നോക്കി കണ്ടില്ല. അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെയാണോ ഇതൊന്നും എനിക്കറിയില്ല. സാധാരണയായിട്ടൊരു ലൈസൻസ് പൊതുവായിട്ട് പ്രദർശിപ്പിക്കണം എന്നുള്ളതല്ല നിയമം, എനിക്കറിയില്ല. അതിനെക്കുറിച്ച് നിയമങ്ങൾ അറിയാവുന്ന ആൾക്കാർ ഇത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ആളുടെ പേര് ഞാനങ്ങനെ പല കോൺടാക്ട്സ് വഴി അന്വേഷിച്ചപ്പോൾ രാജീവ് എന്ന് പറഞ്ഞ ഒരാളാണ് എൻ്റെ ഓണറെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. കാരണം എപ്പോഴും നമ്മൾ സ്റ്റാഫായിട്ട് അവിടെയുള്ള ഒരാളുമായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ നേരിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആളെന്നോട് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളെന്നാൽ ആമസോണിനെതിരെ കേസ് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എങ്ങനെ ആമസോണിനെതിരെ കേസ് കൊടുക്കുക? ആമസോൺ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു ഐറ്റം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ആമസോൺ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, പക്ഷേ ഐറ്റം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളല്ലേ അത് എടുത്തേക്കുന്നത്? അതല്ലേ സ്വാഭാവികമായിട്ട് നമ്മളൊരു സാധാരണക്കാരനെന്ന രീതിയിൽ നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുക. അപ്പോൾ ആൾ പറഞ്ഞു എന്നാൽ നിങ്ങൾ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കി വിട്ട് പരിഹസിച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകുന്നു. ഞാൻ വേറൊരാളുടെ കോൺടാക്റ്റ് വഴി വീണ്ടും അവിടെ ചെന്നു. ആദ്യം ആൾ പറഞ്ഞത് ഈ ഐറ്റം ഇവിടെ കുറേ കെട്ടിക്കിടപ്പുണ്ട്, നിങ്ങളുടെ ഐറ്റം. ഒരാൾ പറഞ്ഞു അത് തിരിച്ച് ബാംഗ്ലൂർ പോയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ പരിഹസിച്ച ആൾ വന്നിട്ട് പറഞ്ഞത് ഐറ്റം ഇവിടെ ഉണ്ട്, പക്ഷേ ആമസോണിൽ നിന്ന് ഒരു മെയിലോ കാര്യങ്ങളോ ഇല്ലാണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ശരി, ഞാൻ പലതവണ ആമസോണിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവസാനം ആമസോൺ പറഞ്ഞു നിങ്ങളുടെ ഐറ്റം എന്താ ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാം എന്ന് പറഞ്ഞൊരു മെയിൽ കിട്ടി. വളരെ സന്തോഷം. ഈ മെയിലായിട്ട് ഞാൻ ഒരാളെ പറഞ്ഞു വിട്ടപ്പോൾ അവർ പറയാണ് ഐറ്റം നേരെ ബാംഗ്ലൂർക്ക് വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ ബാംഗ്ലൂർക്ക് വിടും? അതെന്താണ് അതിൻ്റെ ഉള്ളൊരു സംഗതി? കാരണം ഇതിനൊരു സെല്ലറില്ല. ഈ ആമസോൺ ഷിപ്പിംഗ് എന്ന് പറഞ്ഞൊരു കൊറിയർ സർവീസ് ഉപയോഗിച്ച് ഞാൻ എൻ്റെ കയ്യിൽ നിന്നുള്ളൊരു സാധനം എടുത്ത് ഈ കൊറിയർ സർവീസ് വഴി ഒരു ഐറ്റം വിട്ടതല്ലാതെ ഇതിന് മറ്റൊരു സെല്ലറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ച് എൻ്റെ അടുത്തല്ലേ വരണ്ടേ. അപ്പോൾ അവരെന്തായാലും ഒരു വാശിപ്പുറത്തായിരിക്കാം, മറ്റ് പ്രശ്നം കൊണ്ടായിരിക്കാം, അവർക്ക് കുഴപ്പങ്ങൾ വരാതിരിക്കാനായിരിക്കാം, എന്തായാലും സാധനം നേരെ ബാംഗ്ലൂർക്ക് പോയി. ഞാൻ വിചാരിച്ചു ശരി ഇനിയിപ്പോൾ കളയണ്ട, നമുക്ക് ഒന്നുകൂടെ മെയിൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് പലതവണ മെയിൽ അയച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബാംഗ്ലൂർക്കുള്ള ട്രാക്കിംഗ് ഡീറ്റെയിൽ എൻ്റെ അടുത്തുണ്ട്. ഈ ട്രാക്കിംഗ് ഡീറ്റെയിൽ ഈ മോട്ടർ തന്നെയാണോ പോയേക്കുന്നതെന്ന് അറിയില്ല. കാരണം എന്ത് നമ്മുടെ ഐറ്റം തന്നെയാണോ എന്ന് അറിയില്ല. എന്തെങ്കിലും ഐറ്റം പോയിട്ടുണ്ട്, എന്തോ ഒരു ഐറ്റം ഈ ട്രാക്കിംഗ് ഡീറ്റെയിൽ വിട്ടു എന്ന് ഇവർ പറഞ്ഞതനുസരിച്ച് ഞാൻ അവരെ പലതവണ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഐറ്റം ഇന്ന ബാംഗ്ലൂരുള്ള ഒരു ഫുൾഫിൽമെൻറ്റ് സെൻറ്ററിലുണ്ടെന്ന് അവർ സമ്മതിച്ചു. പിന്നീട് അവർ പറയുന്നത് ഈ ഐറ്റം നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഇവർ പറയുന്നത്. അതിന് കാരണം നിങ്ങൾ വീണ്ടും ക്ലെയിം ചെയ്യാൻ പറഞ്ഞു.
അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ലൂപ്പിൽ ആദ്യം എത്തിയോടത്ത് എത്തി. നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു, സാധനം ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കോൺടാക്ട് ചെയ്തു. അങ്ങനെ പല 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 കഥകളായിട്ട് എന്തായാലും ഐറ്റം ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഒരു പ്രശ്നമുണ്ട്, ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ലീഗൽ സൈഡ് നമ്മുടെ അടുത്താണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഫാദറിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഗതിയുണ്ട്, നമുക്ക് അതിൽ ലീഗലി മൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, ജീവിതം മറ്റുള്ളവരുടെ ആളോട് വാശി തീർത്ത് ജീവിക്കാനുള്ളതല്ല, നീ നിൻ്റെ ജോലി നോക്കി ചെയ്യാമെന്ന് പറഞ്ഞു. ശരി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനപ്പോൾ വിചാരിച്ചു നമുക്ക് മെയിൽ അയക്കാം, കാത്തിരിക്കാം എന്ന് വിചാരിച്ചു. എന്തായാലും എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഐറ്റം എനിക്ക് പോയി. ഇത് ആമസോണിൽ നിന്നുള്ള ആദ്യത്തെ അനുഭവമല്ല. ഇതിന് മുന്നേ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ഞാനൊരു ഐറ്റം വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചത് ഋഷഭിൻ്റെ ഒരു ലീക്കേജ് മീറ്റർ എൻ്റെ ഒരു ടെക്നീഷ്യന് വേണ്ടി വാങ്ങിച്ചു. വന്നത് വേറൊരു കമ്പനിയുടെ മീറ്ററാണ് വന്നത്. ഇത് തിരിച്ച് റിട്ടേൺ വിട്ട് കഴിഞ്ഞപ്പോൾ ഡെൽഹിവറി എന്ന് പറഞ്ഞ ഒരാൾ വന്നത് കളക്ട് ചെയ്തിട്ട് പോയി. അതായത് ആമസോണിൻ്റെ അല്ല, ഡെൽഹിവറി കളക്ട് ചെയ്തിട്ട് പോയി. ഇത് കുറേ നാളായിട്ട് ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് ഒന്നും ഇല്ല. ഞാൻ തുടങ്ങി, പലതവണ വിളിച്ച് കഴിഞ്ഞപ്പോൾ സാധനങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസത്തിന് ശേഷം എനിക്ക് അതിൻ്റെ റീഫണ്ട് കിട്ടി. സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കും എന്ന് വിചാരിച്ചു. ഇതേ മീറ്റർ കിട്ടാത്തത് കൊണ്ട് നമ്മുടെ ടെക്നീഷ്യന് ഓർഡർ ചെയ്ത മീറ്ററിന് ഇതേ സംഗതി ഓർഡർ ചെയ്തത് ഋഷഭ്, കിട്ടിയത് വേറൊരു മീറ്റർ. റിട്ടേൺ ബോയിനെ കുറിച്ച് അപ്ഡേറ്റ് ഒന്നും ഇല്ല. ആൾ എന്നെ കൊണ്ട് പലതവണ വിളിപ്പിച്ച് സാധനം ഇങ്ങനെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു 1 മാസത്തിന് ശേഷം ആളുടെ റീഫണ്ട് കിട്ടി. സമയമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ആമസോണിൽ നിന്നൊരു സാധനം വാങ്ങുന്നതെങ്കിൽ ദൈവത്തെ ഓർത്ത് സമയം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. നിങ്ങൾക്ക് കിട്ടിയ സാധനം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പ്രശ്നം അവിടെ വെച്ച് തീർന്നു. കിട്ടിയ സാധനം റിട്ടേൺ വിട്ടിട്ട് 2 ദിവസത്തിനുള്ള പൈസ തരുന്ന ആമസോണൊക്കെ മാറി നിങ്ങളുടെ പൈസ ഒരുപാട് ദിവസങ്ങൾ കടന്ന് കറങ്ങും. അതിൽ എളുപ്പം എനിക്ക് തോന്നുന്നു ലോക്കലി പോയിരുന്ന വാങ്ങുന്നതാണ്. ഇതേപോലെ തന്നെ ഞാൻ വാങ്ങിച്ച മറ്റൊരു വാട്ടർ ലെവൽ കൺട്രോളർ വാറണ്ടിയിൽ കംപ്ലൈൻ്റ് ആയ സാധനം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇത് ഞാൻ പലതവണയായി മെയിൽ വിടുന്നു. ഈ വീഡിയോ ഇടുന്നതിന് ഒരു കുറച്ച് നേരം മുന്നേ അവർ വിളിച്ചു വെച്ചു. 2 മാസം മുന്നേ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു 7 ദിവസത്തിനുള്ള പൈസ തരും എന്ന് പറഞ്ഞു. റീഫണ്ടോ അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിലൊക്കെ കൊടുക്കാൻ പറഞ്ഞു. എല്ലാം കൊടുത്തു. എനിക്കറിയാം കഥ ഒരുപാട് നീണ്ടു പോകുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ അവരെ 2 മാസം മുന്നേ കോൺടാക്ട് ചെയ്തു. 7 ദിവസത്തിനുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. തീരുമാനം ഉണ്ടായില്ല. ഒരു ഓഗസ്റ്റ് 10 ഒക്കെ ആയപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തു പറഞ്ഞു 7 ദിവസത്തിനുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. തീരുമാനം ഉണ്ടായില്ല. ഞാൻ ഇന്ന് ഈ ഒരു ഡേറ്റ് 23/8/2026 അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 48 മണിക്കൂറിനുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിന് മുന്നേ വിളിച്ചപ്പോഴും നിങ്ങളിങ്ങനെ പല അവധികളാണ് പറഞ്ഞത്, പണ്ടത്തെ പോലെയല്ല ആമസോൺ, നിങ്ങൾ വളരെ ബുദ്ധിമുട്ടാക്കുകയാണ്, കസ്റ്റമർ എക്സ്പീരിയൻസ് ഒക്കെ വളരെ മോശമായി വരികയാണെന്ന് പറഞ്ഞു. എന്തായാലും തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് സമയമില്ലാത്ത ആൾക്കാർ ആമസോണിൽ നിന്ന് വാങ്ങിച്ച് സമയം സേവ് ചെയ്യാം എന്നുള്ളൊരു കാര്യം വേണ്ട. നിങ്ങൾ മെയിൽ വിട്ട് നിങ്ങളുടെ പരിപാടി തീരുന്നതല്ലാണ്ട് ഇവരുടെ സൈഡിൽ നിന്നൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഫോളോ അപ്പ് ചെയ്യാനുള്ളൊരു സമയം ഉണ്ടെങ്കിൽ മാത്രം ആമസോണിൽ നിന്ന് സാധനം വാങ്ങാം. എന്തായാലും എൻ്റെ ഐറ്റം പോയി എന്നുള്ള ഏകദേശം തീരുമാനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കട്ടെ. താങ്ക് യു.